ഹേ ഫിലിമീൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ആഴ്ച റിലീസ് ആവുന്ന മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളെ കുറിച്ചാണ്. നമുക്കറിയാം ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ സിനിമയെ സംബന്ധിച്ച് കുറച്ചൊരു ഓഫ് സീസൺ തന്നെയാണ്. അതായത് സ്കൂൾ തുറപ്പ്, മഴ, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് റിലീസുകൾ പൊതുവെ കുറവായിരിക്കും. പക്ഷേ നല്ല പ്രൊജക്റ്റുകൾ തന്നെയാണ് നമുക്ക് മുന്നിൽ ഈ സീസണിലും വന്നുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി എടുത്ത് പറയാൻ വെച്ചാൽ കഴിഞ്ഞ ആഴ്ച റിലീസായ മലയാളത്തിലെ ബാലന്ത ബോയ് എന്ന പടം കിഡിലൻ. ഇതുവരെ കണ്ടതിൽ ഈ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ സിനിമ തന്നെയാണ് ബാലന്ത ബോയ്. അപ്പോൾ പടം കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ പോയി കാണുക. പടം കണ്ടില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ഈ ആഴ്ച മലയാളത്തിൽ റിലീസാവുന്ന 2 സിനിമകളാണ്. GN കൃഷ്ണമോഹൻ്റെ സംവിധാനത്തിൽ ആര്യ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന അനന്തൻകാടും, അതുപോലെ തന്നെ റോഷൻ മാത്യു നായകനായി N പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ഉയിലുമാണ് ഈ ആഴ്ച മലയാളത്തിൽ റിലീസ്. 18 പടി, ദി ഗ്രേറ്റ് ഫാദർ എന്നീ സിനിമകൾക്ക് ശേഷം ആര്യ മലയാളത്തിലെ ഒരു മുഴുനീള കഥാപാത്രം ചെയ്യുന്ന സിനിമയാണ് അനന്തൻകാട്. ഈ 18 പടി, അതുപോലെ തന്നെ ഗ്രേറ്റ് ഫാദർ, അതുപോലെ ഉറുമി എന്നീ സിനിമകളൊക്കെ സഹനടൻ്റെ ഒരു ചെറിയ റോളുകളൊക്കെ ആയിരുന്നെങ്കിലും ഈ ഒരു പടത്തിൽ പുള്ളിയാണ് സെൻട്രൽ ക്യാരക്ടറായി വരുന്നത്. തമിഴിലും മലയാളത്തിലുമാണ് സിനിമയുടെ റിലീസ്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മുടെ മുരളി ഗോപിയാണ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ തന്നെയാണ് സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം. റോഷൻ മാത്യു നായകനായി N പത്മകുമാർ സംവിധാനം ചെയ്യുന്ന മറ്റൊരു ഈ ആഴ്ച റിലീസാവുന്ന മലയാള സിനിമയാണ് ഉയിര് എന്നുള്ളത്. അതായത് N പത്മകുമാർ നമുക്കറിയാം ജോസഫിൽ ആണ് അവസാനം ഒരു ഹിറ്റ് അടിച്ചത്. പിന്നെയുള്ള പടങ്ങളൊക്കെ നൈസായിട്ട് ഫ്ലോപ്പ് ആകുകയായിരുന്നു. അവസാനം ഏതോ ക്യൂനലിസത്ത് എന്നതൊക്കെ കൂടെ അറിഞ്ഞു വന്നതുപോലെ അറിഞ്ഞില്ല. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ഒരു ക്രൈം ഡ്രാമ ജേണറാണ് ചിത്രത്തിൻ്റേത്. അപ്പോൾ ഒരു പത്മകുമാറിൻ്റെ ഉയരെടുക്കുക നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. റോഷൻ മാത്യു നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇറങ്ങിയ റോന്തിൽ ഒരു പോലീസ് കഥാപാത്രം ചെയ്തതാണ്. ഈ പടത്തിലും ഒരു പോലീസ് ക്യാരക്ടർ തന്നെയാണ് റോഷൻ മാത്യു ചെയ്തിരിക്കുന്നത്. തമിഴിൽ നിന്ന് പ്രത്യേകിച്ച് ഈ ആഴ്ച റിലീസുകളൊന്നുമില്ല. മലയാളത്തിലും തമിഴിലുമായി റിലീസ് ചെയ്യുന്ന അനന്തൻകാട് തന്നെയാണ് തമിഴിലും മെയിൻ റിലീസ് വരുന്നത്. പിന്നെ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ വിജയ് ആൻ്റണി നായകനായെത്തിയ നൂറുസ്വാമി എങ്ങനെയുണ്ടെന്ന് അറിയില്ല, വലിയ അഭിപ്രായമൊന്നുമില്ല. നമ്മൾ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. പിന്നെ ബ്ലാസ്റ്റ് ഇപ്പോഴും ചില കേന്ദ്രങ്ങളൊക്കെ അത്യാവശ്യം നന്നായി ഓടുന്നുണ്ട്. അപ്പോൾ തമിഴ് സിനിമയുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ആഴ്ച പ്രത്യേകിച്ച് റിലീസുകളൊന്നുമില്ല. ബോളിവുഡിൽ നിന്ന് ഈ ആഴ്ച റിലീസാവുന്ന മെയിൻ സിനിമ ഏതെന്ന് നോക്കിയാൽ അക്ഷയ് കുമാർ നായകനായി അഹമ്മദ് ഖാൻ സംവിധാനം ചെയ്ത് ഫിറോസ് നടിയാവല പ്രൊഡ്യൂസ് ചെയ്യുന്ന വെൽക്കം ടു ദ ജംഗിളാണ്. സിനിമയുടെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു തട്ടിക്കൂട്ട് സിനിമ പോലെ. അതായത് കുറച്ച് കോമഡി, ആക്ഷൻ, അങ്ങനെ ഒരു ഫുള്ളൊരു കൊമേഴ്സ്യൽ എലമെൻറ്റ് ഫുള്ളി ചേർന്നൊരു അത്യാവശ്യം നന്നായി കണ്ടിരിക്കാൻ തോന്നുന്നൊരു പടം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി കാട്ടിൽ നടക്കുന്ന കാട്ടപരാധായി മാറുമെന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്ക്. അക്ഷയ് കുമാർ, സുനിൽ ഷെട്ടി, അതുപോലെ തന്നെ ദിഷ പട്ടാനി, അങ്ങനെ ഒരു നീണ്ട താരനിര ഈ ചിത്രത്തിനുമുണ്ട്. അപ്പോൾ വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവി തന്നെയാണ് ഈ വെൽക്കം ടു ദ ജംഗിൾ എന്ന് പറയുന്നത്. അഹമ്മദ് ഖാൻ നമുക്കറിയാം ഭാഗി 2, ഭാഗി 3 ഒക്കെ സംവിധാനം ചെയ്തതാണ് അഹമ്മദ് ഖാനാണ്. കൊറിയോഗ്രാഫറാണ് പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് വെൽക്കം ടു ദ ജംഗിൾ. ഹോളിവുഡിൽ നിന്ന് ഈ ആഴ്ച പ്രത്യേകിച്ച് സിനിമകളൊന്നും ഇല്ല. പക്ഷേ റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ചകളായിട്ട് റിലീസ് ചെയ്ത ഒബ്സഷൻ, അതുപോലെ തന്നെ ഫ്യൂരിയസ്, ഈ കഴിഞ്ഞ വീക്ക് റിലീസ് ചെയ്ത ഫ്യൂരിയസ്, കിഡിലോസ്കി ആക്ഷനായിരുന്നു പടത്തിൽ പോകുന്നത്. ഞാൻ റീസെൻ്റ്ലി കണ്ട ഒരു പടമാണ്. ആക്ഷൻ സീൻസ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാസാണ്. അയ്യോ, ഇമാതിരി സീൻസൊന്നും, വയലൻസ്, ആക്ഷൻ തുടക്കം മുതൽ അവസാനം വരെ അടി എന്നൊക്കെ പറഞ്ഞാണല്ലോ വാട്ടെ. അതായത് ഒറ്റ ഷോട്ട് തന്നെ ഒരു 10-20 മിനിറ്റൊക്കെ വെച്ചാണ് അവർ ചെയ്തേക്കുന്നത്. 20 മിനിറ്റ് ഫുള്ളി ആക്ഷൻ. അമ്മാതിരി സംഭവമാണ്. കുറേ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് റിലീസ് വന്നതാണ്. അത് പറ്റുന്നവരുണ്ടെങ്കിൽ പോയി കാണാൻ. കിട്ടില്ല. ആക്ഷൻ ലവേഴ്സിന് എന്തായാലും ഇഷ്ടമാകാതിരിക്കില്ല. ആക്ഷൻ, വയലൻസ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ചൂസ് ചെയ്യുന്ന ഒരു പടം തന്നെയാണ് ഫ്യൂരിയസ്. അതുപോലെ തന്നെ ഒബ്സഷനെ കുറിച്ച് പറയാനുണ്ടല്ലോ, ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ഹൊറർ ഫിലിമാണ് അത്. പിന്നെ ബാക്ക് റൂംസ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഹോളിവുഡ് പടങ്ങളും തിയേറ്ററിൽ തുടരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ആഴ്ച കാണാൻ പോകുന്ന പടങ്ങളൊക്കെ ഏതൊക്കെ കമൻറ്റ് ചെയ്തേക്ക്. പറ്റാവുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.